ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അടുത്ത 30 ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. In 2019, FIFA Under-20 World Cup will be held in Poland. പോളണ്ടിലാണ് 2019 ഫിഫ Under-20 വേൾഡ് കപ്പ് നടന്നത്. ആ സമയത്ത് വിജയ് ആരായിരുന്നു? ഫിഫ Under-20 2019 ജയിച്ചത് ചാമ്പ്യൻസ് യുക്രൈൻ ആയിരുന്നു. അതേപോലെ തന്നെ 2019 Under-17 ഫിഫ വേൾഡ് കപ്പിൽ വിന്നേഴ്സ് ബ്രസീലായിരുന്നു. ഹോസ്റ്റ് കൺട്രിയും Under-17 ബ്രസീലായിരുന്നു. ഇനി അടുത്ത വേൾഡ് കപ്പ് ഫിഫ Under-20 വേൾഡ് കപ്പ് നടക്കുന്നത് 2023 E. Harikumar got സാഹിത്യ അക്കാദമി ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അവാർഡ് ഫോർ ഹിസ് വർക്ക്. ഏത് വർക്കിനായിരുന്നു? ഡിനോസറിൻ്റെ കുട്ടിക്കാണ് ഈ ഹരികുമാറിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ദ ചെയർമാൻ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ. ആരാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ദി സ്പീക്കർ ഓഫ് ലോകസഭ. അപ്പോൾ നമ്മുടെ ലോകസഭ സ്പീക്കറാണ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അധിർ രഞ്ജൻ ചൗധരി. ഇതിനു മുമ്പ് മല്ലികാർജുന ഖാർഗെ ആയിരുന്നു. ഒരു പ്രതിപക്ഷ അംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെൻറ്റ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണ്? PAC, പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെൻറ്റ് കമ്മിറ്റിയാണ്. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഒരു പ്രതിപക്ഷ അംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 ലോകസഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നത് കുറഞ്ഞത് 4 പേരടങ്ങണം. 4 പേരെങ്കിലും ഉണ്ടായിരിക്കണം ഇതിൻ്റെ കമ്മിറ്റി കൂടാനായിട്ട്. 1 വർഷത്തേക്കാണ് PAC അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഏത് ജില്ലയിലാണ്? പാലക്കാടാണ് ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂളന്നൂർ മയിൽ സങ്കേതമാണ്. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്നു KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥമാണ് ചൂളന്നൂർ മയിൽ സങ്കേതം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചൂളന്നൂർ മയിൽ സങ്കേതത്തിൻ്റെ വേറൊരു പേരെന്താണ്? KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം. അത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട്, എറണാകുളം ജില്ലയിലാണ്. 1983 തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഏതാണ്? കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. കോട്ടയത്താണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അതേപോലെ തന്നെ അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല, അതും PSCയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. തിരുവനന്തപുരത്താണ് അരിപ്പ പക്ഷി സങ്കേതം. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളെയും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതം മംഗളവനം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗലവനം പക്ഷി സങ്കേതം. അപ്പോൾ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം കേരളത്തിലത് മംഗലവനമാണ്. മംഗലവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗലവനം പക്ഷി സങ്കേതം. കേരളത്തിൽ അപൂർവ ഇനം കടവവ്വാലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതവും മംഗലവനമാണ്. അപ്പം മംഗലവനത്തിൽ എന്തൊക്കെയാണ്? അപൂർവ ഇനം കടവവ്വാലുകളുണ്ട്. പിന്നെ പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളുടെയും ആകർഷണമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് മംഗലവനം.
പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം ഏതു ജില്ലയിലാണ്? നമ്മൾ പറഞ്ഞായിരുന്നു, വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. അപ്പോൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്. കുമരകം, ചൂലന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹു വാസ് ദി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആരായിരുന്നു INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്? ആനി ബെസന്റ് ആയിരുന്നു. 1917 കൊൽക്കത്തയിലാണ് ആനി ബെസന്റ് പ്രസിഡന്റ് ആയത്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണെങ്കിൽ സരോജിനി നായിഡുവാണ്. അത് 1925 കാൺപൂർ സമ്മേളനത്തിലായിരുന്നു പ്രസിഡന്റ് ആയത്. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിത ആരാണ്? നെല്ലി ഗുപ്ത. അതും കൊൽക്കത്തയിൽ തന്നെയാണ് പ്രസിഡന്റ് ആയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ INC പ്രസിഡന്റ് അത് ഇന്ദിരാഗാന്ധിയാണ്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വനിത സോണിയാഗാന്ധിയാണ്. അപ്പോൾ അത്രയും ചോദ്യങ്ങളും കൂടെ ഈ ക്വസ്റ്റിനോടൊപ്പം ഓർത്ത് വയ്ക്കുക. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്, അത് മറക്കാതിരിക്കുക. ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആണെങ്കിൽ സരോജിനി നായിഡു. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സുബൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്? ആസാമിലാണ് സുബൻസിരി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. In which of the following sessions of INC was national anthem sung for the first time? First option 1911 ആണ് ആൻസർ. ജനഗണമന ദേശീയഗാനം ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഉറപ്പായ കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് പഠിക്കാം. വന്ദേ മാതരം അതെന്താണ്? ദേശീയ ഗീതമാണ് അല്ലേ? ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം അത് 1896 കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പോൾ വന്ദേ മാതരം ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സായാനി. ജനഗണമന ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ദാർ ആയിരുന്നു. BN ദാറിൻ്റെ സമ്മേളനത്തിലാണ് ദേശീയഗാനം ജനഗണമന ആദ്യമായി ആലപിച്ചത്. വന്ദേമാതരം ആലപിച്ചത് റഹ്മത്തുള്ള സായാനിയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ? ഏതാണ്? NH44. NH44 ആണ് ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ. അതേപോലെ NH47A ആണ് ഷോർട്ടസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണെങ്കിൽ NH66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B. അപ്പോൾ കേരളത്തിലൂടെ ആണെങ്കിൽ ഏറ്റവും നീളം കൂടിയത് NH66, ഏറ്റവും നീളം കുറഞ്ഞത് കേരളത്തിലുള്ളത് 966B ആണ്. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഓഫ് ഇന്ത്യ? ഏതാണ്? ഡിഗ്ബോയ് ആണ് ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഓഫ് ഇന്ത്യ. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം. അപ്പോൾ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം. ഉറുദു പോയിറ്റ് ഹു വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്? ആരായിരുന്നു ഉറുദു പോയിറ്റ്? മുഹമ്മദ് ഇക്ബാലാണ് സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതോടൊപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അംബേദ്കറും പങ്കെടുത്തിരുന്നു. സെക്കൻഡ് ടേബിൾ കോൺഫറൻസിനാണ് ഗാന്ധിജി പങ്കെടുത്തത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധിജി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡിൽ അംബേദ്കറും മുഹമ്മദ് ഇക്ബാലും ആണ്. 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1933 തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. വിച്ച് ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ കരമനത്തോടു ആൻഡ് ഓഫ് സ്പ്രിംഗ് ഓഫ് ദി കബനി റിവർ? ബനാസുര സാഗർ ഡാം. ബനാസുര സാഗർ ഡാം ആണ് കബനി റിവറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഓതേർഡ് ദ ബുക്ക് സിദ്ധാനുഭൂതി? സിദ്ധാനുഭൂതി ആരുടെ ബുക്കാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മതങ്ങളെയും വിഗ്രഹാരാധനയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്, അതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടനന്ദൻ. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആനന്ദ ദർശനം. മോക്ഷപ്രദീപ നിരൂപണ വിധാരണം എന്ന
ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ ഒരു റെയർ ക്വസ്റ്റ്യൻ ഉണ്ട്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇതെവിടെയും കാണാത്ത ക്വസ്റ്റ്യനാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനം അതിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിലെ വരികളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാസസ് കണക്ട്സ് അരുണാചൽ പ്രദേശ് വിത്ത് ടിബറ്റ്? ഏതാണ് ആൻസർ? ബോംഡില പാസ്സാണ് അരുണാചൽ പ്രദേശും ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ്. നമുക്ക് പാസസിൻ്റെ ഒരു വീഡിയോ, കേരളത്തിലെ ചുരങ്ങളും ഇന്ത്യയിലെ ചുരങ്ങളുമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓൺ 1949 നവംബർ 26. അപ്പോൾ 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്റ്റഡ് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾ ഈസ് നോട്ട് ഇൻ കർണാടക? ബ്രഹ്മേശ്വർ. ബാക്കി എല്ലാ ടെമ്പിൾസും കർണാടകയിലെയാണ്. ബ്രഹ്മേശ്വർ, ഭുവനേശ്വർ ഒഡീഷയിലെ ടെമ്പിളാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ടീസ്റ്റ റിവർ ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര. ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നറിയപ്പെടുന്ന റിവറാണ് ബ്രഹ്മപുത്ര. ടീസ്റ്റ റിവർ ബ്രഹ്മപുത്ര റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണ്. ഇൻ വിച്ച് ഇയർ എ മേജർ എർത്ത്ക്വേക്ക് ഒക്കേർഡ് ഇൻ ലാറ്റർ റീജിയൻ? ഏത് വർഷമാണ്? 1993. 2001 ഗുജറാത്തിൽ എർത്ത്ക്വേക്ക് ഉണ്ടായത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 93 ആൻസർ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഡിക്ലയർഡ് ജാക്ക് ഫ്രൂട്ട് ആസ് ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് സ്റ്റേറ്റ്? ഏതാണ് ജാക്ക് ഫ്രൂട്ട്? എവിടുത്തെയാണ് ഒഫീഷ്യൽ ഫ്രൂട്ട്? കേരള. അതേപോലെ തന്നെ കേരളയുടെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാണ്? ബുദ്ധമയൂരി. അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് കേരള ജാക്ക് ഫ്രൂട്ട്, ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരള ബുദ്ധമയൂരി. അതേപോലെ ടീസ്റ്റ റിവറാണ് ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ. അതും കൂടി ഓർത്ത് വയ്ക്കുക. ഡേഞ്ചറസ് റിവറാണ് ബ്രഹ്മപുത്രയിൽ. ഏറ്റവും ആസാമിലൊക്കെ വെള്ളപ്പൊക്കത്തിന് ഏറ്റവും കാരണം ടീസ്റ്റ റിവറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് കംപ്ലീറ്റ് ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ? ആർട്ടിക്കിൾ 15 ആൻസർ. അതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ. ആർട്ടിക്കിൾ 25 എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 25 to 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 21 ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ നിർത്തലാക്കൽ, അല്ലേ? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ആർട്ടിക്കിൾ 18. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഇസ് എ പാർട്ട് ഓഫ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്? ഏതാണ്? മുത്തങ്ങ. വയനാട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതം എന്നും പറയാറുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്, അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇത് ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമായിരുന്നു. എന്താണ്? ബേഗൂർ വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണ്. അത്രയും ഓർത്ത് വയ്ക്കുക. ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ എന്താണ്? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ബടാനന്ദൻ്റെ ഒറിജിനൽ നെയിം. VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും വാഗ്ബടാനന്ദനാണ്. ബാലഗുരു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പം വാഗ്ബടാനന്ദൻ്റെ മുഴുവൻ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. സൂര്യ സെൻ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഇവൻറ്റ് ഡ്യൂറിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ചിറ്റഗോങ് ആർമറി റെയ്ഡാണ് ആൻസർ. ഏപ്രിൽ 18, 1930 ഈ ആർമറി റെയ്ഡ് നടന്നിരുന്നത്. സൂര്യ സെൻ ആണ് അതിൻ്റെ ലീഡർ. ഹു ഈസ് നോൺ ആസ് മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷൻ? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയാണ് മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷൻ. The concept of single citizenship has been adopted from which country? UK ആണ് ആൻസർ. അപ്പോൾ UK നിന്നാണ് ഏക പൗരത്വം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UK നിന്ന് നമ്മൾ വേറെയും കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഏതെല്ലാമാണ്? പാർലമെൻ്ററി ജനാധിപത്യം, അല്ലേ? ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം, റിറ്റുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, CAG, സ്പീക്കർ, ഇതെല്ലാം UK ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയിട്ടുള്ളത് ബ്രിട്ടൻ
രാജ്യത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലേക്കുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അംശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ അഡ്മിനിസ്ട്രേർഡ് ദ ഓത്ത് ഓഫ് ഓഫീസ് ബൈ ഗവർണർ. അപ്പോൾ മിനിസ്റ്റേഴ്സിനൊക്കെ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ഗവർണറാണ്. The President of India can be impeached for violation of the Constitution by which article? ആർട്ടിക്കിൾ 61 വരെയാണ് നമ്മൾ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നത്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദനം 61. അതേപോലെ ആർട്ടിക്കിൾ 52 ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്നാണ് അനുശാസിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഏതാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ബാക്കി ഫിനാൻസ് കമ്മീഷൻ, UPSC, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെയൊക്കെ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മാത്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.